ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എക്കണോമിക്സ് പോർഷനാണ്. എക്കണോമിക്സിൽ റിസർവ് ബാങ്ക് എന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതേപോലെ ബാങ്കുകളുടെ ദേശസാൽക്കരണം അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് നമുക്ക് LPUP സിലബസിൽ എക്കണോമിക്സിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിസർവ് ബാങ്കാണ്. 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച ആണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. LP സ്കൂൾ ടീച്ചർ 2001 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് 1935 റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന്, എവിടെയാണ്? അത് ഓപ്ഷൻ ഇ, മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി ഏറ്റവും മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ്? അതായത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് RBI എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അതേപോലെ ഇത് എന്നാണ് രൂപം കൊണ്ടത്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിക്കുന്നത്, ഏപ്രിൽ 1. അതിൻ്റെ സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത് 5 കോടി രൂപയായിരുന്നു RBIയുടെ സ്ഥാപിത മൂലധനം. ഓക്കെ, RBI രൂപം കൊള്ളാനായിട്ട് ശുപാർശ ചെയ്ത കമ്മീഷനാണ് എന്താ? ഹിൽട്ടൺ യങ് കമ്മീഷൻ. എന്താണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊള്ളുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നാണ് 1926 ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേരെന്ന് പറയുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നുള്ളതാണ് ഈ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേര്. ഓക്കെ, ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് എന്നാണ്? അത് 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കുന്നത്, നാഷണലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഇനി ഉള്ളതെല്ലാം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏതാണ് ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനമാണ്? RBI എന്ന് പറയുന്നത്. RBIയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? മൃഗം കടുവയാണ്. RBIയുടെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും ചിഹ്നത്തിലുള്ള വൃക്ഷം എന്ന് പറയുന്നത് എണ്ണപ്പനയുമാണ്. എണ്ണപ്പനയാണ് RBIയുടെ ആ ഒരു ലോഗോയിലുള്ള വൃക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന എന്താണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ബാങ്കിങ് സമ്പ്രദായത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ. ഇത് നമ്മുടെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസർ 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1935 സ്ഥാപിതമായി. ഓക്കെ, ശരിയല്ലേ? 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു. ആണോ? 1 രൂപ നോട്ട് ഒഴികെയുള്ള നോട്ടുകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്നത്. 1 രൂപ നോട്ടുകൾ എവിടെയാണ്? അത് നമ്മുടെ കേന്ദ്ര ധനകാര്യ സർവീസാണ് എന്ത് ചെയ്യുന്നത്? 1 രൂപ നോട്ടുകൾ പുറത്തിറക്കുന്നത്. അപ്പോൾ 1 രൂപ നോട്ട് എവിടെയാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത്. 1939 ദേശസാൽക്കരിച്ചു. ശരിയാണ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 1, 3, 4 ശരി എന്നുള്ളതാണ്. ഓക്കെ, റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു എന്നറിയാവോ? അത് നമ്മുടെ കൊൽക്കത്തയും. കേരളത്തിലെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരവുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്കിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 ശരിയായ പ്രസ്താവനയാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ്. ശരിയാണോ? അത് ശരിയല്ല, തെറ്റായ പ്രസ്താവനയാണ്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതും ശരിയാണ്. അപ്പോൾ ആൻസർ ചെയ്ത് വരും. പ്രസ്താവന 1, 3 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? CD ദേശ്മുഖാണ് ഇന്ത്യക്കാരനായ റിസർവ് ബാങ്ക് ഗവർണർ. ഓസ്ബോൺ സ്മിത്ത് ആരാണ്? അത് RBIയുടെ ആദ്യ ഗവർണർ എന്ന് ചോദിച്ചാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു എവിടെയാണ്, അത് മുംബൈയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. എവിടെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം? പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഇനി കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കാനറ ബാങ്ക് അത് ബാംഗ്ലൂരാണ് കാനറ ബാങ്കിൻ്റെ ആസ്ഥാനം. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈയാണ് ഇന്ത്യൻ ബാങ്കിൻ്റെ ആസ്ഥാനം. CSB കാത്തലിക് സിറിയൻ ബാങ്ക് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് നമ്മുടെ തൃശ്ശൂരാണ്. ഫെഡറൽ ബാങ്ക് എവിടെയാണ്? ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവയിലാണ്. ഓക്കെ, പിന്നെ ഏതാണ് പറയാനുള്ളത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെയാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയാണ്. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ആസ്ഥാനം എവിടെയാണ്? അതും മുംബൈ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI അതായത് അതിൻ്റെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അതായത് നേരത്തെ RBIയുടെ ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയായിരുന്നു. ഇത് നമ്മുടെ 2021 മെയ്യിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് പുനഃക്രമീകരിച്ച് വീണ്ടും എന്താക്കി മാറ്റുന്നത്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാക്കി മാറ്റുന്നത്. ഓക്കെ, അതായത് ഇത് നേരത്തെ ആദ്യ സമയങ്ങളിൽ ഇത് ജനുവരി ടു ഡിസംബർ ആയിരുന്നു റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. പിന്നെ അത് 1940 എന്ത് ചെയ്യുന്നത്? ജൂലൈ ടു ജൂണിലേക്ക് മാറ്റും. ഓക്കെ, പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? 1921 ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് എന്ത്? RBI അല്ലേ? ബാങ്കുകളുടെ ബാങ്കാണ് RBI എന്ന് പറയുന്നത്. ഇത് ശരിയാണ്. ഒരു വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതും ശരിയാണ്. ഒരു പുതുതലമുറ ബാങ്കാണ് ICIC. സഹകരണ ബാങ്കാണ് LIC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ, LIC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാങ്കിങ് ഇതര സ്ഥാപനമാണ് LIC എന്ന് പറയുന്നത്. ഓക്കെ, LICയുടെ അപ്പോൾ ഇതാണ് തെറ്റായ പ്രസ്താവന. LICയുടെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈയാണ് LICയുടെ ആസ്ഥാനം. അതേപോലെ 1956 സെപ്റ്റംബർ 1 നമുക്ക് എന്താ പഠിക്കാനുള്ള? 1956 കേരളപ്പിറവി അല്ലേ? 1956 സെപ്റ്റംബർ 1, മറ്റേത് സെപ്റ്റംബർ 1 എന്ത് വരുന്നത്? LIC സ്ഥാപിതമായിരിക്കുന്നത്. ഓക്കെ, അതേപോലെ RBI പറ്റി പറയാനുള്ളതാണെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയും, സർക്കാരിൻ്റെ ബാങ്ക് എന്ന് പറയും, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്, ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത്, പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നത്. ഇതെല്ലാം എന്താണ്? നമ്മുടെ RBIയുടെ ചുമതലകളാണ്. അതേപോലെ ഏറ്റവും വലിയൊരു വാണിജ്യ ബാങ്കാണ് എന്ത്? SBI എന്ന് പറയുന്നത്. അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് എന്തിനാണ്? SBIക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏതാണെന്ന്? അതാണ് നമ്മുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പണനയ കമ്മിറ്റി, പണനയം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ പണനയ സംബന്ധമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ആർക്കാണ്? പണനയ കമ്മിറ്റി ആയിരിക്കും. അത് എന്താണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയും. MPC, മോണിറ്ററി പോളിസി കമ്മിറ്റി. ഈ MPC വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ MPC സ്ഥാപിതമായത് 1934 ഒരു സെക്ഷൻ പ്രകാരമാണ്, RBI ആക്ട് പ്രകാരമാണ് എന്ത് വരുന്നത്? MPC സ്ഥാപിതമാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെൻറ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കുന്നുണ്ട്. ഇത് ശരിയായ പ്രസ്താവനയാണ്. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് എന്ത് ചെയ്യണം? കൂട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റായൊരു പ്രസ്താവനയാണ്. ഓക്കെ, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങിക്കുന്നുണ്ട്. ഇതും ശരിയായ പ്രസ്താവനയാണ്. സോ ആൻസർ വരുന്നത് 1ഉം 3ഉമാണ്. അതായത് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോഴേക്കും റിസർവ് ബാങ്കിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇച്ചിരി എളുപ്പമാണ്. ഓക്കെ, ഇനി ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? റിപ്പോ റേറ്റ്, അതേപോലെ കരുതൽ ധനാനുപാതം, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതേപോലെ തുറന്ന കമ്പോള നടപടികൾ, ബാങ്ക് റേറ്റ്, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ച് പോകണം കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23ാമത്തെ ഗവർണർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23ാമത്തെ ഗവർണറാണ് രഘുറാം രാജൻ. ഓക്കെ, അപ്പോൾ ആരാണ് ഉർജിത് പട്ടേൽ? ഉർജിത് പട്ടേൽ എന്ന് പറയുന്നത് 24ാമത്തെ ഗവർണറാണ്. 25ാമത്തെ ഗവർണറാണ് ആര്? ശക്തികാന്ത ദാസ്. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഗവർണർ. ഓക്കെ, അപ്പോൾ 2021 പരീക്ഷയായിട്ടും അവർ ചോദിച്ചത് എന്താണ്? 23ാമത്തെ ഗവർണറുടെ പേരായിരുന്നു അവർ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 23ാമത്തെ ഗവർണർ ആരാണ്? രഘുറാം രാജൻ. 24ാമത്തത് ഉർജിത് പട്ടേൽ. അതേപോലെ തന്നെ 25ാമത്തതാണ് ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ആരാണെന്ന്. ആരാണ് 24ാമത്തെ ഗവർണറാണ്? ഉർജിത് ആർ പട്ടേൽ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇനി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഗവർണർമാരെ പറ്റി? ആദ്യത്തെ ഗവർണർ ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ ആരാണ്? CD ദേശ്മുഖ്. ഇന്ത്യക്കാരനായ ഗവർണറാണ് CD ദേശ്മുഖ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്നതാണ് ബനഗൽ രാമറാവു. ബനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്നത്. അതായത് 1949 ഗവർണറായ അദ്ദേഹം 1957 വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഏറ്റവും കുറച്ച് കാലം ആരാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കുറച്ച് കാലം ചോദിച്ചു കഴിഞ്ഞാൽ അത് അമിതാഭ് ഘോഷാണ്. അമിതാഭ് ഘോഷാണ് ഏറ്റവും കുറച്ച് കാലം എന്തായത് RBIയുടെ ഗവർണറായ വ്യക്തി. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം, അതായത് ജനുവരി 15 അധികാരത്തിൽ ഏറ്റിട്ട് 1985 ജനുവരി 15 അധികാരത്തിൽ വന്ന അദ്ദേഹം ഫെബ്രുവരി 4 വിരമിക്കാനുണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ്. ഈ സൂചികയുടെ അടിസ്ഥാന കാലയളവ് 2020 മാർച്ചാണ്. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ C ആണ് ആൻസർ. എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ ഡിജിറ്റൽ പണമിടപാടുകളുടെ വ്യാപ്തിയും സാധ്യതയും അളക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. ഇത് നിലവിൽ വന്നത് 2021 ജനുവരി 1 ഇതെന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. അതായത് ഡിജിറ്റൽ പണമിടപാടിൻ്റെ വ്യാപ്തി അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെയിനായിട്ട് 5 പ്രധാന ഘടകങ്ങളാണ് ഈ സൂചിക തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് പേയ്മെൻറ്റ് എനേബിളേഴ്സ്, അതേപോലെ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്, അതിന് മുന്നത്തെ ഡിമാൻഡാണ്, പിന്നെ പേയ്മെൻറ്റ് പെർഫോമൻസ്, കൺസ്യൂമർ സെൻട്രിസിറ്റി. ഇങ്ങനെ 5 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇന്ത്യയിലെ ആദ്യ ധാന്യ ATM പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അത് ഓപ്ഷൻ C ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM വന്നത്. എവിടെയാണ് മിൽക്ക് ATM വന്നത്? ആനന്ദിലാണ്, ഗുജറാത്തിലെ ആനന്ദിലാണ് മിൽക്ക് ATM വന്നത്. അതേപോലെ ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിനുള്ള ATM വന്നത് എവിടെയാണ്? അത് ഹൈദരാബാദാണ്. ഹൈദരാബാദ്. ഗോൾഡ് ATM എവിടെയാണ്? അതും ഹൈദരാബാദിലാണ്. പിന്നെ ഏതാണ്? ബിരിയാണിക്ക് ATM വന്നത് എവിടെയാണ്? നമ്മുടെ ചെന്നൈയിലാണ് ബിരിയാണിക്കുള്ള ATM വന്നത്. കേരളത്തിലേക്ക് വരുമ്പോഴേക്കും ആദ്യത്തെ ഹെൽത്ത് ATM വന്നു. ഹെൽത്ത് ATM വന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. അതേപോലെ തന്നെ സ്മാർട്ട് വാട്ടർ ATM വന്നു. സ്മാർട്ട് വാട്ടർ ATM വന്നത് മുതുകുളത്താണ്. മുതുകുളം. ഓക്കെ, അതേപോലെ ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ATM വന്നത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ATM നമ്മുടെ SBIയുടെ ആയിരുന്നു ഫ്ലോട്ടിംഗ് ATM വന്നത്. ഓക്കെ, അതായത് കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ സർവീസ് നടത്തുന്നത് ജങ്കാറിലായിരുന്നു ആ ഒരു ATM സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഫ്ലോട്ടിംഗ് ATM. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ATM എവിടെയാണെന്നറിയോ? ഏറ്റവും ഉയരം കൂടിയത് ആക്സിസ് ബാങ്കിൻ്റെയാണ്. ആക്സിസ് ബാങ്കിൻ്റെ ATM ആണ്.
അതായത് തെഗു എന്ന സ്ഥലം, തെഗു എന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്കിമിലുള്ള സ്ഥലമാണ് തെഗും. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ATM വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണെന്ന്? നോട്ട് അച്ചടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, വായ്പ നിയന്ത്രിക്കൽ, നാണയങ്ങൾ അച്ചടിച്ചിറക്കൽ. ഏതാണ്? നാണയങ്ങൾ അച്ചടിക്കുന്നത് എവിടെയാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ ഒന്നാണ് നോട്ട് അച്ചടിച്ചിറക്കൽ. പിന്നെ എന്താണ്? വായ്പകൾ നിയന്ത്രിക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്. അതേപോലെ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്, ഇന്ത്യയുടെ കറൻസി വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത്, പണസംബന്ധമായ കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നത്. ഇതൊക്കെയാണ് റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ഏതാണ്? ഓപ്ഷൻ ഡി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിപ്പോ നിരക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശ, ബാങ്കുകൾ കേന്ദ്ര സർക്കാരിൽ പണമായി സൂക്ഷിക്കേണ്ട തുക, ബാങ്കുകൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട തുക, നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പലിശ. എന്താണ്? റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോ നിരക്കെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു ഡിമോണിറ്റൈസ് ₹500 and 1000 കറൻസി നോട്ട് വിത്ത് എഫക്റ്റ് ഫ്രം. അതായത് 500ൻ്റെയും 1000ൻ്റെയും നോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാൻ ചെയ്തല്ലേ. അത് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നതെന്ന്? എന്ന് മുതലാണ്? 8 നവംബർ 2016. നവംബർ 8-ാം തീയതിയാണ് നമുക്ക് എന്ത് ചെയ്തത്? 8ൻ്റെ പണി കിട്ടിയെന്ന് അങ്ങനെ വെച്ച് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നവംബർ 8 ആണെന്ന് ഓർത്ത് വയ്ക്കുക. 2016 വർഷം എന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലോങ്സ്റ്റ് സെർവിങ് ഗവർണർ ഓഫ് RBI. RBIയുടെ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന ആരാണ്? ബെനഗൽ രാമറാവുവാണ്. ഓക്കെ, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു 1000 രൂപ ഡിമോണിറ്റൈസ് ചെയ്ത് പറഞ്ഞു. നമുക്ക് 1000 രൂപ ഇറക്കിയതെന്നാണ്? 1000 രൂപ ഗവൺമെൻറ് ഇറക്കിയത് 1954 ഗവൺമെൻറ് 1000 രൂപയുടെ നോട്ടുകൾ ഇറക്കുന്നത്. അതേപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് 1 രൂപ നോട്ട് അല്ലേ. 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. അതേപോലെ അത് ഒപ്പിടുന്നത് ആരാണ്? 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ആ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത്. സ്വതന്ത്രാനന്തരം അച്ചടിക്കപ്പെട്ട ആദ്യ 1 രൂപ നോട്ടിൽ ഒപ്പുവെച്ച കേന്ദ്ര ധനകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, KRK മേനോൻ ആണ് സ്വതന്ത്രാനന്തരം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ 1 രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത്. അതേപോലെ നമ്മുടെ രൂപയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇങ്ങനെ ഒരു ചിഹ്നം, നമ്മുടെ ഇപ്പോഴത്തെ രൂപയുടെ ചിഹ്നം ഇതാണ്. ഇത് സ്വീകരിച്ചത് 2010 ജൂലൈ 15 ഈ ഒരു ചിഹ്നം സ്വീകരിക്കുന്നത്. അതായത് നമ്മുടെ ദേവനാഗരി ലിപിയും അതേപോലെ റോമൻ ലിപിയും ചേർത്തൊരു സംയുക്തമാണിത്. ഇത് ഡിസൈൻ ചെയ്തത് D. ഉദയകുമാറാണ്. തമിഴ്നാട് സ്വദേശിയായ D. ഉദയകുമാറാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ചിഹ്നമുള്ള, അതായത് നമുക്ക് ഡോളറൊക്കെ ഒരു ചിഹ്നമല്ലേ, ചിഹ്നമുള്ള 5ാമത്തെ കറൻസി ആകും നമ്മുടെ ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഗവർണർമാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഗവർണർ പറഞ്ഞു. അതേപോലെ തന്നെ ഈ കറൻസികളിൽ ഒപ്പിട്ട മലയാളിയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ല, ആദ്യത്തെ 1 രൂപ നോട്ടിൽ ഒപ്പിട്ട ആളുടെ കാര്യം പറഞ്ഞു. പക്ഷേ ആദ്യമായിട്ട് RBI ഗവർണറായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണർ എന്ന് പറയുന്നത് ആരാണത്? ജെയിംസ് ടെയ്ലറാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? കറൻസി നോട്ടിൽ ഒപ്പുവെക്കുന്നത്. കറൻസി നോട്ടിൽ സൈൻ ചെയ്യുന്ന ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ജെയിംസ് ടെയ്ലറാണ്. അതേപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം 1969 ആ സമയത്തെ RBI ഗവർണർ ആരാണ്? ലക്ഷ്മികാന്തായിരുന്നു ആ സമയത്തെ RBI ഗവർണർ എന്ന് പറയുന്നത്. RBIയുടെ ഗവർണറായ ശേഷം വീണ്ടും പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയാണ് ആരാ? നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. RBI ഗവർണർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ഇനി RBI ഗവർണറാകുന്ന RBIയുടെ ഉദ്യോഗസ്ഥനാണ് ആരാ? M. നരസിംഹം. അതായത് പുള്ളി ആദ്യം എന്തായിരുന്നു? RBIയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം എന്തായിട്ട് മാറുന്നത്? RBIയുടെ ഗവർണറായിട്ട് മാറുന്നത്. RBI ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് ആര്? KJ ഉദ്ദേശി എന്ന് പറയുന്നത്. KJ ഉദ്ദേശിയാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായ വനിത എന്ന് പറയുന്നത്.
ഇനി അടുത്തതാണ് IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMFലെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ ഒരു RBI ഗവർണറുണ്ട്. മുൻ RBI ഗവർണറാണ് ആര്? രഘുറാം രാജൻ. രഘുറാം രാജനാണ് എന്ത് ചെയ്യുന്നത്? IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രഘുറാം രാജനാണ്. ഓക്കെ, അപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട് നമുക്ക് 20 ക്വസ്റ്റ്യനോളം ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്